ഇപ്പച്ചേ നമ്മളില്ലേ എങ്ങോട്ടാ പോണ്? നമ്മൾ ഒറ്റപ്പാലത്തേക്ക് മഴയില്ല, ഒറ്റപ്പാലം മാനൂർ പാലത്തിന്റെ മേലെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ വെറുതെ ഇങ്ങനെ പോയി നോക്കുക. നല്ല മഴ ഉണ്ടാകുമ്പോഴേ കാണാനും രസമാണ്. പിന്നെ എന്തെങ്കിലും ചെറിയ വീഡിയോ ഇടുകയും ചെയ്യാം. അങ്ങനെ പോയി നോക്കുക. ഇതാണ് മാനൂർ പാലം, അടിയിൽ ഭാരതപ്പുഴ. കഥ എത്രയും മണി പറഞ്ഞുതരാ, തിന്നാനൊന്നും വാങ്ങി തരൂല. പണ്ടത്തെ 5 വയസ്സില്ല കേട്ടോ. അതാണ് മാനൂർ പാലം, ഭാരതപ്പുഴ. ഏകദേശം ഇതിന് 1/2 കിലോമീറ്ററിന്റെ മേളിൽ ദൂരമുണ്ട്. ഏത് കഥ എനിക്ക് പറഞ്ഞേ? ചെറിയ കുട്ടിയാകുമ്പോഴുള്ള കഥയാണ്. അതൊന്നും ഓർമ്മയില്ല. ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉണ്ട്, പറയാണ്ട് കല്യാണത്തിന് പോയതൊക്കെ ഉണ്ട് മണ്ഡപത്തേക്ക്. അതൊക്കെ ഇപ്പൊ ജനങ്ങൾ കേൾക്കും. അപ്പൊ അതാണ് പ്രശ്നം. പണ്ടേ ഞാൻ ബിരിയാണി തിന്നണം പൂതിയാകുമ്പോഴേ ഇപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല. അപ്പോൾ പറയാത്ത കല്യാണത്തിനൊക്കെ പോകും പറ്റി. അങ്ങനെ ഞാനും എൻ്റെ സ്നേഹിതന്മാർ, അവരെ പേരൊന്നും പറയാൻ പാടില്ല, അവരൊക്കെ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ അന്തപ്പെടും. മനസ്സിലായോ? അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫും സംസീറും റനീഫും ഒക്കെ ആയി ചീത്ത പറയും. മനസ്സിലായോ? എന്ത് പണിയെ കാട്ടിന്ന് പറയും. അങ്ങനെ പറയാത്ത കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട് അന്നിട്ടോ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ദാരിദ്ര്യമൊന്നും ഇല്ലല്ലോ ആർക്കും. ഇപ്പം ബിരിയാണി ഷവർമ്മ അപ്പം മോള് ചോദിച്ചാലും ഇപ്പച്ചി വാങ്ങിത്തരും. കാരണം ഇപ്പം കാലഘട്ടം അങ്ങനെ ആയി, എല്ലായിടത്തും പൈസ ആയി. മനസ്സിലായോ? പണ്ടൊക്കെ ബിരിയാണി വീട്ടിലുണ്ടാക്കൂല. അപ്പം അങ്ങ് തിന്നാൻ പൂതിയാകുമ്പോൾ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോയിട്ട് ഇങ്ങനെ പോകും. മനസ്സിലായോ? പിന്നെ വേറെന്താണ്ടി കഥ? അങ്ങനെയുള്ളൊരു കഥയാണ്. പിന്നെ ഉള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിച്ചിനെ ഇവിടെ ചവിട്ടി പുറത്താക്കും. മനസ്സിലായോ? പിന്നെ നല്ല പിന്നെ അതേമാതിരി ഇപ്പിച്ച് അടിപിടി കൂടിയിട്ടില്ല. അങ്ങനത്തെ ഒന്നും പോയിട്ടില്ല ഇപ്പിച്ച് ഇതുവരെ കേട്ടോ ജീവിതത്തിൽ. പിന്നെ അങ്ങനെ ഇപ്പിച്ചില്ലേ ഇതിൽ കൂടെ ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ നടക്കും, ഇങ്ങനെ കത്തി കൂടെയൊക്കെ ഇങ്ങനെ. അപ്പോഴൊന്നും കാലഘട്ടം ഇങ്ങനെയല്ല. ഇപ്പോൾ റോട്ടിൽ നോക്കാം, എല്ലാവരുടെ അടുത്തും വണ്ടി സൗകര്യങ്ങൾ കൂടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. മനസ്സിലായോ? ഇങ്ങോട്ട് പോയാലോ ഒറ്റപ്പാലം സ്റ്റാൻഡിലേക്ക്, വലതുവശത്തേക്ക് പോയാൽ പാലക്കാട്ടേക്ക് കേട്ടോ. ഇപ്പം ഈ ബസ് ഒറ്റപ്പാലം സ്റ്റാൻഡിലേക്ക് പോകണം. ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഈസ്റ്റ് ഒറ്റപ്പാലം, അങ്ങനെ പാലക്കാട്, അങ്ങനെ. പിന്നെ മോൾക്ക് എന്താ അറിയണ്ടേ? കഥ എന്താണ് അവിടെ പറഞ്ഞു നിർത്തിയില്ലേ? ആ കഥ. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം എന്താ അറിയോ? പൊറാട്ടയാണ്. കാരണം ഇപ്പച്ചി പണ്ടൊക്കെ എല്ലാം പൊറോട്ട അധികം തിന്നാനും പാടില്ല കേട്ടോ. പിന്നെ നല്ല അധ്വാനികളൊക്കെ തിന്നാ, വേർക്കൊക്കെ വേണം. അല്ലെങ്കിൽ എന്താ പറയുക, വയറ്റിൽ അങ്ങനെ കിടക്കും. മോളുടെ പ്രായത്തിലൊക്കെ ഇപ്പിച്ചേ ഞാൻ ഭയങ്കര നേരത്തെ ബിരിയാണി തിന്നാൻ പൂതിയാകുമ്പോൾ പറയാത്ത കല്യാണത്തിന് പോവും. പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകണം കാര്യങ്ങൾ. മനസ്സിലായോ? ഇറച്ചി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒതുകത്തിറച്ചിയോ അല്ലെങ്കിൽ മുടിയാഴ്ചൻ്റെ ഇറച്ചിയോ അങ്ങനെയൊക്കെ. ഒതുകത്തിറച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞില്ലേ, അജ്ജി പെരുന്നാൾ. അപ്പോൾ അന്ന് പള്ളിയിലൊക്കെ ഇറച്ചി കിടക്കും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ മോള് വലുതായി. ഇപ്പിച്ചി ഇപ്പോൾ എന്ത് ചോദിച്ചാലും ഇപ്പിച്ചി അപ്പം വാങ്ങിത്തരും. ബിരിയാണിയോ ഷവർമ്മ കരിമ്പ് ജ്യൂസോ കുഴിമന്തിയോ എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഇപ്പിച്ചി വാങ്ങിത്തരും. മനസ്സിലായോ? ഇപ്പം എല്ലാവരുടെ അടുത്തും പൈസ ആയി. ആഡംബരം ഇല്ലെങ്കിലും ഭക്ഷണത്തിനുള്ളതൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. ഇപ്പോൾ പട്ടിണി ഇല്ലല്ലോ, അന്നൊക്കെ പട്ടിണിയാണ്. മനസ്സിലായോ? പണ്ടൊക്കെ. ഇപ്പം ഈ മോള് കണ്ട ഈ ലോകം കണ്ടില്ലേ, ഇതൊന്നും ഇങ്ങനല്ല. അത് കുറേ ബാക്കൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദയനീയമായ അവസ്ഥകളായിരുന്നു. ഇതൊക്കെ എന്തിനാ പറഞ്ഞു തരുന്നത് അറിയാം എനിക്കാണ്. നാളെ ഈ വീഡിയോ ഈ കാണുമ്പോഴേ ഇപ്പിച്ചില്ലെങ്കിലും ഈ വീഡിയോ ഇങ്ങനെ കാണണം മോൾ കേട്ടോ. അപ്പോൾ മോൾക്കാലേക്ക് ഇപ്പിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നൊരു കഥ എന്നൊക്കെ. പിന്നെ ഇതെവിടെ എത്തി ഒക്കെ മറന്ന എൻ്റെ കഥ കൊണ്ട് ഞാൻ. നമ്മളെ സ്നേഹിതനാണ് വണ്ടിയിട്ട് പോകണം മുമ്പിലുണ്ടല്ലേ, ബൈക്കിലല്ല പെട്ടി ഓട്ടോറിക്ഷയിൽ എങ്ങനെ പോയത്. അതൊക്കെ അങ്ങനെയാണ്. പിന്നെന്തായിരുന്നു, മോള് നല്ല പഠിക്കണം കേട്ടോ.
മോൾക്ക് പഠിച്ചിട്ട് എന്താവാനാണ് ഇഷ്ടം? ടീച്ചർ. മിനിമം ടീച്ചറെങ്കിലും ആയിക്കോ കേട്ടോ. പിന്നെ എല്ലാവരും നല്ല നോക്കണം. എല്ലാവരും നല്ല നോക്കണം. ഇപ്പാൻ്റെയും ഉമ്മച്ചിൻ്റെമാരൊന്നും ആകരുത്. നല്ല ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പാനോടും ഉമ്മാനോടൊക്കെ ചോദിക്കുക, ടീച്ചറും മാഷിനോടോ ഒക്കെ ചോദിക്കുക. എല്ലാവരും ഒരേ മാതിരി കാണുക, എല്ലാ മതങ്ങളെയും ഒരേ മാതിരി കാണുക. എന്ത് കിട്ടിയാലും ഒറ്റക്ക് തിന്നരുത്, മനസ്സിലായോ? എന്ത് കിട്ടിയാലും ഒരു മുട്ടായി കിട്ടിയാലും ഒറ്റക്ക് തിന്നരുത്. വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കണം എന്ത് കിട്ടിയാലും കേട്ടോ. അതേമാതിരി ഒരു ദിവസം ഒരാളാണെങ്കിലും സഹായിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ സ്കൂളിൽ മോള് സ്കൂളിലാണെങ്കിൽ പെന്നില്ലാത്ത ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ അപ്പോൾ പെന്ന് കൊടുത്ത് സഹായിക്കുക. അല്ലെങ്കിൽ കുടിക്കണ വെള്ളം ഉണ്ടല്ലോ മോള് കൊണ്ടുപോകണേ, അതിന് നല്ല വെള്ളം കൊടുക്കുക. അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉപദ്രവിക്കരുത് ആരിന്. അപ്പോൾ മനസ്സിലായ അനുഗ്രഹങ്ങളുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ നല്ല കുട്ടിയാണ്. പിന്നെന്തായിരുന്നു ഇത്? എവിടെ എത്തി? ചെനക്കത്തൊരു കാര്യം ഇവിടെ എത്തിയോ? കഥ പറഞ്ഞപ്പോൾ മറന്നു. നല്ല രസമുണ്ടല്ലേ സ്ഥലം? നമ്മൾ നാട്ടിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. മഴ പെയ്തപ്പോഴേ ഇപ്പച്ചിൻ്റെ ജീവിതം ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലോങ് പോകുമ്പോൾ, ഒരു ദിവസം നമുക്ക് ലോങ് രണ്ടാം കൂടി പോകുമ്പോഴേ ഇപ്പച്ചിൻ്റെ ജീവിത കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആത്മകഥ എന്നൊക്കെ പറയില്ല, അതേമാതിരി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേ ആദ്യം ഒരു പെൺകുട്ടി ഉണ്ടാകണം നല്ല ഇഷ്ടമായിരുന്നു. അത് ദൈവം മോളുടെ രൂപത്തിലേക്ക് തന്നു. മനസ്സിലായോ? അങ്ങനെ പിന്നെ ഇപ്പച്ചിക്ക് കുറേ വിഷമങ്ങൾ ഉണ്ടായിരുന്നു, വലിയ വലിയ വിഷമങ്ങൾ. അതൊക്കെ അങ്ങനെ മൂടി വെച്ചിട്ട് അങ്ങനെ നിന്ന് അതൊക്കെ പോട്ടെ, ലോകല്ലേ, ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നോളന്നില്ലല്ലോ അല്ലേ. ഓക്കെയാണ് അങ്ങനെ. പിന്നെ എന്തായിരുന്നു? എന്തല്ലേ മരങ്ങള് ഇപ്പം ശരിക്കും നോക്കിക്കണ മോള്, ആദ്യമൊക്കെ റോട്ടിലൊക്കെ കാക്കകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നിനും കാണാനില്ല. കാക്കകള് മൈനുകള് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറഞ്ഞിക്കണം. എന്താന്നാവാം. അങ്ങനെ ഇപ്പൊ മനുഷ്യനിക്ക് എന്താ അറിയോ, പെട്ടെന്ന് പൈസക്കാരനാവണം. നാളേക്ക് പൈസക്കാരനാവണം. അതുകൊണ്ട് അങ്ങനെയാണ് ലോകപ്പോ. അതൊക്കെ പോട്ടെ, അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ പിന്നീട് ദിവസം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ. മഴ ഉള്ളുണ്ടോ ഈ? മഴ ചാറ്റിലും മഴ ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും നിർത്താൻ നോക്കട്ടെ. പെട്ടെന്ന് നിർത്തിയിട്ടേ, എവിടെ നിർത്തുകയെന്ന് എനിക്കും അറിയില്ല. പെട്ടെന്ന് നിർത്തിയിട്ടേ നമുക്ക് അങ്ങോട്ട് വീടിനോട് കയറാൻ നോക്കാം. പിന്നെ ഒരു ദിവസം വന്നിട്ടേ കഥകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ബാക്കി കഥകളൊക്കെ കുറേ കഥകളുണ്ട്. നമ്മൾ പരസ്പരം ബന്ധമില്ലാത്തവ പറയണത്. വീഡിയോ വേറെയും സംസാരം വേറെ ആയിരിക്കും. ഇപ്പോൾ ഇതേമാതിരി തന്നെ ഇട്ടാണ്ട് മതിട്ടാ, കോപ്പി ചെയ്തിട്ടേ നേരം ഇട്ടാൽ മതി യൂട്യൂബൊക്കെ. ശരി എന്നാലും മോളെ.